നാട്ടിലേക്ക് വന്നപ്പോ ഇല്ല കഥ അത് പറയാൻ കുറേ ഉണ്ട് കാരണം ആരും വിശ്വസിക്കില്ല ജീവിതം സംഭവിച്ചെന്ന കഥ. കുഴപ്പമില്ല, ഒന്നില്ലാത്ത പോലെ നമ്മൾക്ക് കാണുമ്പോൾ ആർക്കും ഒന്നും അറിയില്ല. അതൊക്കെ നമ്മളെ ചെറിയ പ്രായത്തിൽ അനുഭവിച്ച വേദന നമ്മൾക്കല്ലേ അറിയും. അമ്മ നാനൂട്ടിനെ പറ്റി പറയാം. ഇപ്പൊ പറയുന്നില്ല, ബേജാറാണ്. ആർക്ക്? അമ്മക്ക് ബേജാറാണ്. അമ്മ കുടിക്കുന്നതിന് ഇല്ല. സുന്ദരിയായിരുന്നു, കേട്ടത് വെച്ച് സുന്ദരിയായിരുന്നു. 40 എത്ര വയസ്സാകുമ്പോൾ മരിച്ചോ? 40 വയസ്സിൽ. 40ാമത്തെ വയസ്സിൽ കള്ളു കുടിച്ച് മരിച്ചുപോയി. ഭയങ്കര അടിപൊളിയായിരുന്നു പുള്ളിക്കാരി. വാറ്റലുണ്ടാക്കിയ നാട്ടുകാരെ വാറ്റൊക്കെ കൊടുപ്പിച്ച് നാട്ടിലെ ഇന്റർകാസ്റ്റ് ഇന്റർ റിലീജിയൻ മാരേജസിനൊക്കെ ചുക്കാൻ പിടിച്ച് അങ്ങനല്ലേ. ജാതി മതമൊന്നും ഇല്ലാണ്ടുള്ള ആൾക്കാരെ പ്രേമം ഉണ്ടെങ്കിൽ അത് ഭയങ്കര സപ്പോർട്ട് ചെയ്യുമായിരുന്നു. അങ്ങനത്തെ ഒരു ഭയങ്കര അതായത് ഫുഡ് ഉണ്ടാക്കിയെങ്കിൽ വീട്ടിലത്തെ ആർക്കും തികയൂല. നാട്ടിലെ കഴിപ്പിച്ചിട്ട് കഴിയുമ്പോഴത്തേക്ക് വീട്ടിലത്തെ ആൾക്കാർക്കൊന്നും ഭക്ഷണം തികയൂല. ഭയങ്കര ഇതായിരുന്നു, ഗിവറായിരുന്നു, ഒടുക്കത്തെ ഗിവറായിരുന്നു. മരിച്ചു പോയി. അടിപൊളിയായിരുന്നു. കള്ളു കുടിച്ച് 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 മരിച്ചു പോയി. ഇവിടെ വെച്ചാൽ മാട്രിയാർക്കി അന്ന് പൊതുവെ നടക്കാം. ഒരു 20s നമ്മൾ പാട്രിയാർക്കി മൂഡാണെങ്കിലും ഒരു 30s വരുമ്പോഴത്തേക്ക് മാട്രിയാർക്കി മൂഡിലേക്ക് മാറും. ആണുങ്ങൾ കുറച്ചും കൂടി സെറ്റിലാവും അല്ലേ. അവിടെ ബുജിമാമിയല്ലേ കുറച്ച് പവർ. കുറച്ച് പവർ ബുജിമാമി എന്ന് പറഞ്ഞാൽ ബുജിമാമി ടിൽറ്റോ. ഓക്കെ. ബുജിമാമി മാട്രിയാർക്കി, കൃഷ്ണമാമൻ പാവം സെറ്റിലായി. ഇപ്പോൾ വേറെ വഴിയില്ലാത്തതുകൊണ്ട് ഇവിടെ വെച്ചാൽ മെച്യൂരിറ്റി എന്നുള്ള സ്കീം ഉണ്ടല്ലോ, ആർക്കും ഇല്ല. കല്യാണം കഴിക്കുന്നത് 17-18 വയസ്സാകും അല്ലേ. ചൈൽഡ് മാരേജ് സ്റ്റിൽ ആക്റ്റീവ് ഇൻ ദിസ് ഏരിയ ആൻഡ് ലൈക്ക് എന്താ പറയുക, ബ്രൈഡുകളെല്ലാവരും അണ്ടർ ഏജ് ആയിരിക്കും. ആൻഡ് ഗവൺമെൻറ് ഇൻ്റർവെൻഷൻ ഈസ് വെരി ലോ ദിസ് ഏരിയ ബിക്കോസ് ഓഫ് ദിസ് സെറ്റിൽമെൻറ്റ്. ഐ ഗസ് ലൈക്ക് ട്രൈബൽ സെറ്റിൽമെൻറ്റ് ആയതുകൊണ്ട് തന്നെ ഒരു ഇടപെടൂല. ഇവിടെ ഒരു നാനക്കല്ലേ, നാനക്ക് നാനല്ല നാനക്ക് നായക്ക് നായക്ക് എന്ന് പറഞ്ഞൊരു പരിപാടി ഉണ്ട്. നായക്ക് ഈസ് വൺ who is head of this whole community. So he is the one who will എന്താ പറയുക, solve the little problems inside the household as well as inside the village. മനസ്സിലായോ? So until 30s the patriarchy will be evident. After 30s it goes to matriarchy. ഇവിടുത്തെ വുമൺ ഭയങ്കര അടിപൊളിയാണ്. ലൈക്ക് വുമൺ ഭയങ്കര പവറിൽ വരികയും മെൻ ഭയങ്കര പവർലെസ് ആവുകയും ചെയ്യും 30-ന് ശേഷം. ഡിസിഷൻ മേക്കിങ്, കൃഷി കാര്യങ്ങൾ, മെയിൽ കുറച്ചുകൂടി സബ്റ്റിലാണ്. ആൽക്കോളിക്സ് ആണെന്ന് തോന്നുന്നു. കള്ളുമുച്ചിങ്ങനെ നടക്കും. പെണ്ണുങ്ങള് പവർ എടുത്ത് പരിപാടി മുറിച്ചിട്ട് ഇതാണ് പാറ്റേൺ. പെണ്ണുങ്ങൾ കുറച്ചും കൂടി പവർ വരും, അവർ കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യും. ആണുങ്ങൾ കുറച്ചും കൂടി ഡൗൺ ആവും, പണിയെടുക്കും എന്ന് പറയൂ. അതെന്താരോ काय केली एवढी 30 वर्षात बच्चा मर्दमाना डाऊन वे तांडरे म्हणजे आधी घर मर चलावे हनुन केलीच हनुन काय या सांभाळायलाच काय काय तू कसं रोलीची वो सच है. हाँ उसको नींद आते बोलते हैं. नींद आती.
खाएंगे चाहे आपको नींद क्यों आते पता है? नींद मेरे को अभी ये टाइम को सो जाते नहीं नहीं, आप पिया इसलिए आता है। नहीं पिया कि मैं काम को जाते ना उसके लिए आ जाते अरे, मिर्ची तोड़ने का क्या? अभी 6 बजे को इधर से जाते हाँ खेत में जाएगा तो 7 बजे होते 7:30 बजे भी हो जाते उसके बाद 1 बजे तक को तोड़ते फिर भी वो काटा करते घर को आते ना 2 बजे हो जाते ऐसा 4 घंटे करेगा उधर काम 4 घंटे करेगा किलो का 20 रुपये। अच्छा 40 किलो भी तोड़ते 30 किलो अच्छा। तोड़ते ऐसा किसको तोड़ने का दिल है वो तोड़ेगा ज़्यादा कोई कोई थक गया नहीं तोड़ता ऐसा हाँ See, ഉം. shadow 1, shadow 2. ഓ ഇതില്ലേ നല്ല രസമുണ്ടല്ലോ. കള്ളു കുടിക്കണോ പാപ്പി? ഈ കള്ളില് വെള്ളം മിക്സ് ആക്കിയിട്ടാണ് എൻ്റെ കാരണം നഷ്ടമാവുന്നില്ല, പൊടിയില്ല, ഒന്നുമില്ല. കുടിക്കുന്ന മൊത്തത്തിൽ ആരും വെള്ളം ചേർത്തൂടാ, ഇതിന് പൈസ കൊടുക്കുന്നത്. ഇതില് വെള്ളം ചേർത്തിട്ടില്ല പാപ്പി. ഇതിൽ വെള്ളം ചേർത്തിട്ടില്ലെങ്കിൽ ആ പനക്ക് എന്തോ കുഴപ്പം. അത് പനീന്റെ പ്രശ്നം. പിന്നെ ഇന്നലെ പനക്ക് പ്രശ്നം ഉണ്ടായിരുന്നു, ഇന്ന് പനക്ക് പെട്ടെന്ന് പ്രശ്നമായി. ഇതെന്തോ വെള്ളം ചേർച്ച വരുമ്പോഴേ നിറഞ്ഞ കൂടായിട്ട് വരും. എന്തായിട്ടൊരു മരത്തുനിന്ന് നിറഞ്ഞ ഒരു കുടത്തിലെത്ര വെള്ളം കിട്ടില്ല. ഇങ്ങനെ ഒന്നെങ്കിലും മേലെ വേറെ കുടം വെച്ചിട്ടുണ്ടാവും ഇന്നലെ വെള്ളത്തിന്റെ. അത് നിറച്ചിട്ട് താഴേക്ക് കൊണ്ടുവന്നു വരുന്ന വഴിക്ക് പൈപ്പിൽ കിട്ടും. നാടോടിക്കാറ്റ് പാല് വെള്ളം കയറിയാൽ നമുക്കൊരു 2 ലിറ്റർ കൂടി എടുത്താലോ? 5 ലിറ്റർ വെള്ളം അല്ല 2 ലിറ്റർ. ഒരു ഫേക്ക് പരിപാടിയാണ് മനസ്സിലാക്കി നിന്നൂടാ. ടോക്സിക് റിലേഷൻ മൊത്തത്തിലും ഒരു പരിപാടിയിൽ വെച്ചോർപ്പിക്കരുത്. കള്ളന മൊത്തത്തില് എവിടെ 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 എവിടെ? ആ വരൂ. അമ്മക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര പ്രേമാണ്. ഉം. സത്യം. ഉം. അച്ഛൻ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ടോക്സിക്കാണ്. ഭയങ്കര ടോക്സിക്കാണ് അങ്ങനെ. ആ കുറ്റം പറയാനില്ല, കാരണം വെച്ചാൽ അങ്ങനെ കണ്ട ലൈഫ് മൊത്തം ടോക്സിക് ആയിരുന്നു. അങ്ങനെ എപ്പാർട്ട് ഫ്രം ടോക്സിക് എങ്ങനെയാ വർക്ക് ചെയ്യുന്നതെന്ന് അറിയില്ല പുള്ളിക്ക്. അപ്പം അങ്ങനെയാണ് പുള്ളി.
ഭയങ്കര ഈഗോ ആണ്, ഭയങ്കര വന്ന ഈഗോ ആണ്. അപ്പോൾ അങ്ങനെ എനിക്ക് വെച്ചെങ്കിൽ ഇത് കോംപ്രമൈസ് ചെയ്യാൻ പറ്റൂല. ഇങ്ങനെ ഈഗോ തീരെ കോംപ്രമൈസ് ചെയ്യാൻ പറ്റൂല. അതുകൊണ്ട് ഞാൻ ഗ്യാപ്പായി. അങ്ങേർക്ക് എന്നെ ഭയങ്കര കാര്യമായിരുന്നു. പക്ഷേ അങ്ങേര് അവിടെയും ഞാൻ ഇവിടെയും. നമ്മൾ അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛനും ഒരു സൈഡില മക്കളും ഒരു സൈഡിലാണ്. അപ്പോൾ പോവും, എൻ്റെ അനിയൻ പോവും. എൻ്റെ അനിയൻ പോയിട്ട് ലൈക്ക് അങ്ങേരെ ബിസിനസ്സിൽ ഹെൽപ്പൊക്കെ ചെയ്യും. അങ്ങേര് ബേസിക്കലി ആഗ്രഹിക്കുന്നതെന്ന് വെച്ചാൽ ഞാൻ ഹെൽപ്പ് ചെയ്യണമെന്നാണ്. എനിക്കത് പറ്റുമെന്ന് തോന്നില്ല. അങ്ങേര് ഭയങ്കര ഡിക്റ്റേറ്റർഷിപ്പ് പോലെയാണ് മൊത്തത്തിൽ പെർഫോമൻസ്. ടോളറേറ്റ് ചെയ്യാൻ പറ്റത്തോണ്ട് ഞാൻ പോകത്തില്ല. അപ്പം പക്ഷേ ഇപ്പോൾ മൂന്ന് പ്രേമുണ്ടായി വളരെ റീസെൻ്റ് ആയിട്ട്. അപ്പോൾ എന്താ ചെയ്തെന്ന് വെച്ചാൽ ഈ പ്രേമത്തിൽ തുടരുകയാണെങ്കിൽ എൻ്റെ സ്വത്തൊന്നും എനിക്ക് തരില്ല എന്ന് പറഞ്ഞു. അപ്പോൾ സ്വത്ത് വേണ്ട, എനിക്ക് പ്രേമം മതി എന്ന് പറഞ്ഞിട്ട് ഓപ്പറേഷൻ നടക്കുന്നുണ്ട്. ജർമ്മൻ ലാംഗ്വേജ് പഠിച്ചിട്ട് ജർമ്മനിയിലേക്ക് പോകാൻ നിൽക്കുക. ഏട്ടനാണോ അനിയനാണോ? അത് അനിയൻ. പറയും അനിയനാണെങ്കിലും പ്രവർത്തിയിലും ഫിസിക്കലും ഒക്കെ അവൻ ഏട്ടനാണ്. 1.5 വയസ്സ് വ്യത്യാസമുള്ളൂ. പാവാണ്, പക്ഷെ പുറത്ത് കാണിക്കൂല. നമ്മ കുഞ്ഞായിരിക്കുമ്പോ നാട് വിട്ടു. ഈ നാട്ടില് ഭയങ്കര പട്ടിണിയും കൊടുക്കത്തെ അടിയായിരുന്നു. എന്റെ നാന ഭയങ്കര ടെററായിരുന്നു. അപ്പൊ അമ്മേനെ കുറെ ഉപദ്രവിക്കും. ഉപദ്രവം സഹിക്കാൻ വയ്യാണ്ട് അമ്മ നാട് വിട്ടു. ആ നാട് വിട്ടിട്ട് അമ്മ മുംബൈ എത്തി. പിന്നെ അമ്മ കുറെ കാലം മുംബൈ ജീവിച്ച് മുംബൈൻ്റെ സഹചാരിയായി. പിന്നെ അമ്മ ദുബായിലെല്ലാം പോയി എൻ്റെ അച്ഛനെ കണ്ടു, പരിചയപ്പെട്ട് കല്യാണം കഴിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ ദുബായ് നല്ല അച്ഛനെ കണ്ടേ. അതെ, ദുബായ് അച്ഛനെ കണ്ടേ. മുംബൈ നിന്നാണെന്ന് നമ്മളെ ഫസ്റ്റ് അമ്മ തെറ്റിദ്ധരിപ്പിച്ചു. പിന്നെ വളരെ റീസെൻ്റ് ആയിട്ട് പറഞ്ഞ കഥയിൽ ദുബായ് നിന്നാണ് കണ്ടേന്ന് പറഞ്ഞു. അപ്പോൾ കോൺട്രാസ്റ്റ് ഓഫ് സീക്വൻസ് അങ്ങനെ പറയാ, സംശയാസ്പദമായി നിങ്ങൾ എവിടെ ആയിരിക്കും കണ്ടേന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞ് ദുബായിൽ നിന്നാണ് കണ്ടേന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ അങ്ങോട്ട് പാൻ അച്ഛനും ഭയങ്കര പൊട്ടനും പാവമാണ്. പക്ഷെ ഭയങ്കര ഈഗോയിസ്റ്റിക് ആയ ഒരു മനുഷ്യനാണ്. പാവമാണ് ബേസിക്കലി. എന്താ പറയാ, ലൈക്ക് ആൾക്കാർക്ക് കൊടുക്കും, കുറേ കൊടുക്കും, വേണ്ടത് കൊടുക്കും. പിന്നെ ദളിതനുമാണ്. ലൈക്ക് ഇക്കണോമിക്കലി ആൻഡ് ഒന്നില്ലാത്ത ആളുണ്ടായി മക്കൾ ജയിച്ച പിന്നെ ആള് സെറ്റായി. ഇക്കണോമിക്കലി ആൻഡ് വിദ്യാഭ്യാസപരമായി ഭയങ്കര ഡിപ്രൈവ്ഡ് ആയിരുന്നു. ഒന്നുമില്ല കയ്യിൽ. അപ്പം എന്തെങ്കിലും ആവാൻ വേണ്ടിയിട്ട് മുംബൈയിലേക്ക് നാട് വിട്ടു, പിന്നെ ദുബായിലേക്ക് പോയി. പിന്നെ അവിടെ ഇങ്ങനെ കുറച്ച് പച്ച പിടിച്ചു തിരിച്ച് നാട്ടിലേക്ക് വന്നു. അങ്ങനെ ഒരു പെൻഷനാണ്. അതായത് ഇപ്പോഴും വിദ്യാഭ്യാസം ഇല്ല, ബട്ട് ഇക്കണോമിക്കലി കുറച്ചുകൂടി ബെറ്ററാണ്, നല്ല ബെറ്ററാണ്. പക്ഷെ സ്റ്റിൽ മൂഞ്ചലാണ്. കാരണം അങ്ങനെയൊക്കെ അറിയില്ല എങ്ങനെ ഫാമിലി വർക്ക് എന്നുള്ളത്. അങ്ങനെ കണ്ടിട്ടില്ല, അങ്ങനെ സ്വന്തം ലൈഫൊന്നും കണ്ടിട്ടില്ല. അങ്ങനെ ഫ്രണ്ട്സ് ഇല്ലാത്തത് കൊണ്ട് അവിടെ ഒന്നും കണ്ടിട്ടില്ല. നിലവിൽ നമ്മളെടുത്തത് പയറ്റിനും പറ്റാത്തതിൻ്റെ ഭയങ്കര വിഷമമുണ്ട്. അപ്പോൾ നമ്മൾ സെപ്പറേറ്റായി, 2 ഭാഗമായി. അച്ഛനും അമ്മയും നിലവിൽ ഒരു സമയമാകുമ്പോഴത്തേക്ക് ഇവർക്ക് ഒന്നിച്ച് ജീവിക്കാൻ പറ്റില്ല എന്നുള്ളൊരു സ്കീമായിട്ട് ആകുമ്പോഴത്തേക്ക് ഇവർ സെപ്പറേറ്റഡായി. ഞാനും അമ്മയും അനിയനും ഒന്നിച്ച് ജീവിക്കുന്നു, അച്ഛനൊറ്റയ്ക്ക് ജീവിക്കുന്നു. അനിയൻ അച്ഛൻ്റെ ബിസിനസ് എന്താ പറയുക സപ്പോർട്ട് ചെയ്തിട്ട് അങ്ങനെ ജീവിക്കുന്നു. ഞാൻ അച്ഛൻ്റെ ഭാഗത്ത് തിരിഞ്ഞു നോക്കാണ്ട് ജീവിക്കുന്നു. नाचो वीडियो काट ली, नाचो नहीं है सीमा काट ली।
तारी रे मवा मैं तो तारी रे वाटे पर मैं साड़ियाँ तारे रे वाटे पर मैं साड़ियाँ तारे रे चमक रे डरे समय सारी डरे समय थोड़ा राम गुड़लो रानी चलो थोड़ा राम गुड़लो बालाजी काढ ली थी एगो बारी होली एने बारी होली होली ने देवाली दोनों ब्यान होली होली ने दया तो चलिया पैसे होली बारी होली मारे किनारा हाथ ऊंचा करिए होली मारे आसो के यारो बेटा हुए होली आदि आदि से दाना यारो असदाना करिए होली साउकार याना समन करिए होली करगो बुटे कोड़ल बसे बड़े कुशाल भाई बड़े कुशाल करगो बुटे कोड़ल बसे बड़े कुशाल भाई बड़े कुशाल चिता चटू बड़े कुशाल भाई बड़े कुशाल चिती अम्मा ढीगा बुटे बड़े कुशाल भाई बड़े कुशाल अला पूजी अम्मा बिटा बुटे बड़े कुशाल भाई बड़े कुशाल बिटा बुटे आलूड़ बसे बड़े कुशाल भाई बिटा बोरिया ए आलू हुणो को आलू डाल खाली हुई राजमाई आवे भाई से के हनु आवे बेटा टाटा बाय बाय टाटा किलिर साड़ी आली काय वर्षात